നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, എന്നാൽ വെരി ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് രണ്ട് വിധമായിട്ട് ചെയ്യാവുന്നതാണ്. അത് പഞ്ചമിതിഥിയിൽ വേണമെങ്കിൽ അന്നേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാച്ചാൽ വേറെ കുറച്ച് ദിവസം അത് ഞാൻ പറയാം. തീർക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വിധമായിട്ട് ഇത് ട്രൈ ചെയ്യാം. ഇത് വന്നിട്ട് ഒത്തിരി സിമ്പിളാണ്, എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യ കാര്യമാണിത്. എടുത്തു പറയുകയാണെങ്കിൽ വെളിനാടുകളിൽ ഇത് നിറയെ പേര് ചെയ്ത് സക്സസ് ആയ ഒരു മെത്തേഡാണ്. അത് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത്രയും സിമ്പിളായ ഒരു കാര്യം ഫോറിൻ കൺട്രീസിൽ കൂടെ ചെയ്യുന്നു എന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇതിനെപ്പറ്റി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമേ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വഴിപാടിന് വേണ്ടുന്ന വസ്തുക്കൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ചാൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ഈ പൊരുൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഒട്ടുമുക്കാൽ വീടുകളിലും കാണപ്പെടും. എന്താ വെച്ചാൽ ചെമ്പരത്തിപ്പൂവാണ്. ഒരേ ഒരു ചെമ്പരത്തിപ്പൂവ് മതി. ഡെയിലി ഒരു ചെമ്പരത്തിപ്പൂവ് മതിയാവും. അത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വിധമായിട്ട് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. അതായത് പഞ്ചമിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ പഞ്ചമിക്ക് എഴുതി വെച്ച് ചെയ്യാം. അങ്ങനെയല്ല എങ്കിൽ ഇപ്പോൾ ഒരു കഷ്ടപ്പെട്ട സിറ്റുവേഷനിലിരിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചോദിക്കുന്ന കാര്യം നടന്ന് കിട്ടണം. നെക്സ്റ്റ് വീക്കിൽ എനിക്കത് നടക്കണം, 3 നാളിൽ എനിക്കത് നടക്കണം, അല്ല എനിക്ക് 5 നാളിൽ നടക്കണം. ഇതുപോലെ ഒത്തിരി നിങ്ങളൊരു മോശമായ സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലിയും ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. ഒരു 11 ഡേയ്സ്, ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് റിസൾട്ട് കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതി ഇത് ചെയ്യാം. ഇത് 21 നാൾ വരെയും ചെയ്യാം, കൂടിയത് 48 നാൾ വരെ അടുപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇത് വന്നിട്ട് ഏതൊരു പ്രശ്നമായാലും, എത്ര കടുകട്ടി പ്രശ്നമായാലും നിങ്ങൾക്ക് സൊല്യൂഷൻ പോസിറ്റീവായിട്ട് തന്നെ കിട്ടിയിരിക്കും. ഇനി പഞ്ചമിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ പഞ്ചമിക്ക് ചെയ്താൽ ദെൻ നെക്സ്റ്റ് പഞ്ചമിക്ക് ട്രൈ ചെയ്യാം. ദെൻ അതിൻ്റെ അടുത്ത പഞ്ചമിക്ക്, അങ്ങനെ നിങ്ങൾ 5 പഞ്ചമിയെന്നോ 7 പഞ്ചമിയെന്നോ കണക്ക് വെച്ച് 11 പഞ്ചമിയോ അത് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് തോന്നുക അത് അനുസരിച്ച് ചെയ്തോളുക. ചെമ്പരത്തിപ്പൂ വരുന്നാൽ മാത്രം മതി. അത് ഏത് കളറായിരുന്നാലും ഒരു പ്രോബ്ലവുമില്ല. എന്നാലും ചുവന്ന കളറ് കിട്ടിയാൽ വളരെ നല്ലതാണ്. പിന്നെ വെള്ള കളർ ചെമ്പരത്തി ഇരുന്നാലും കുഴപ്പമില്ല. ചുവപ്പോ വെള്ളയോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് ബെറ്ററായിട്ട് ഞാൻ പറയത്തുള്ളൂ. കിട്ടാനില്ലാത്ത പക്ഷത്തിൽ നിങ്ങൾക്ക് ഏതോ ഒരു കളർ ചെമ്പരത്തി യൂസ് ചെയ്യാം. വയലറ്റ്, ഓറഞ്ച്, യെല്ലോ കളറ്, അങ്ങനെ ഏതായിരുന്നാലും അതിൽ ഒരു പ്രോബ്ലവുമില്ല. നിങ്ങൾ എടുക്കുന്ന ചെമ്പരത്തിപ്പൂവിൽ 5 ഇതൾ ഇരിക്കുന്നത് മാതിരിയുള്ള പൂവ് എടുത്തോളുക. അതാണ് നമുക്ക് വേണ്ടത്. 5 ഇതൾ ഇരിക്കണം. ഒറ്റ അടുക്കിൻ്റെ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ് വേണം. മെയിൻലി ഇതാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നില്ലേ, അറിയാമല്ലോ ചെമ്പരത്തിപ്പൂവിനെ കുറിച്ചൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇതെടുത്തോളുക. ഇപ്പോൾ ഇത് വച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നമുക്കിതിൽ ഒരു കണക്കുമില്ല. അതായത് പീരീഡ്സ് ആയിരിക്കുന്നു, കുളിക്കണം, നോൺ വെജ് കഴിച്ചു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിരുന്നു കൊണ്ട് ഈ മെത്തേഡ് ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒന്നാണ്. ഈ മെത്തേഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തീർക്കുന്നതിന് ഒരു മന്ത്രം കൂടെ ഇരിക്കുന്നുണ്ട്. ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആ മന്ത്രം നിങ്ങൾ എത്ര ദിവസത്തിനകം തീർക്കുന്നുവോ, ഫോർ എക്സാമ്പിൾ
ഒരു 7 ദിവസത്തിൽ തീർത്താൽ പ്രോബ്ലമില്ല, ഒരു 5 ഡേയ്സിൽ തീർത്താൽ പ്രശ്നമില്ല എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ മന്ത്രത്തെ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ 5 ടൈംസ് ചൊല്ലുക. ഇപ്പോൾ അത് നിങ്ങൾ 7 ഡേയ്സിലാണ് തീർക്കുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഡേ 7 ടൈംസ് ചൊല്ലുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 11 ദിവസത്തെയാണ് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ മെത്തേഡ് ചെയ്യും മുന്നേ 11 തവണ മന്ത്രം ചൊല്ലിക്കൊള്ളുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കാര്യം നടക്കണമോ, അത് കടപ്രശ്നം ശരിയാവണമെങ്കിൽ അങ്ങനെ, ഒരു നല്ല ജോലി കിട്ടണമെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഫസ്റ്റ് നിങ്ങളിത് ട്രൈ ചെയ്യണം. വേറൊന്നും ഓർക്കേണ്ടത്, 2-3 കാര്യങ്ങൾക്ക് വേണ്ടി അറ്റ് ദ ടൈം ഈ മെത്തേഡ് ട്രൈ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഒരു കാര്യം ട്രൈ ചെയ്യുന്ന മാതിരി ഇരിക്കണം. അങ്ങനെ ഒരു കാര്യം മാത്രം എടുത്തോളുക. ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ എഴുതണമെന്നാൽ നോക്കൂ, ഫസ്റ്റ് നമുക്ക് മന്ത്രം നോക്കാം. അത് എങ്ങനെയാണെന്ന് കണ്ടോളുക. ഇതാണ് ആ മന്ത്രം. വൺസ് അഗെയിൻ, നിങ്ങൾ എത്ര തവണയാണോ കോരിക്ക വയ്ക്കുന്നത് ആ ടൈംസ് അത്രയും മന്ത്രം ചൊല്ലിയിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് ആ മന്ത്രം. അഹം ശ്രീം ക്രീം വരവര സ്വാഹ. 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 ഞാൻ പറഞ്ഞതുപോലെ ഈ മെത്തേഡ് നിങ്ങൾക്ക് 2 വിധമായിട്ട് ചെയ്യാം. ഇത് വന്നിട്ട് പഞ്ചമിക്ക് ചെയ്യുന്നതിൽ ഈ പഞ്ചമിക്ക് എഴുതി ചെയ്യുന്നത് അടുത്ത പഞ്ചമിക്ക് ട്രൈ ചെയ്യാം പറഞ്ഞല്ലോ. അതൊക്കെ അടുത്ത പഞ്ചമിക്ക് ട്രൈ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ 5 പഞ്ചമിയോ 7 പഞ്ചമിയോ 11 പഞ്ചമിയോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നേർച്ച പോലെ ചെയ്തോളുക. ഇങ്ങനെയും ചെയ്യാം. എമർജൻസി സിറ്റുവേഷനിലായിരുന്നാൽ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യണ മാതിരിയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. സോ റെഗുലറായിട്ട് ചെയ്യുന്നതിനും ഇത് വന്നിട്ട് ഒത്തിരി ഈസിയായ ഒരു മെത്തേഡാണ്. ചെമ്പരത്തിപ്പൂവ് വേണമെന്നേ ഉള്ളൂ. അത് കേരളത്തിൽ ചെമ്പരത്തിപ്പൂവ് കിട്ടും, ബട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി വെച്ച് ചെയ്യുക. ഇനി പഞ്ചമി അല്ലാത്ത ഏത് ദിവസം ഇത് ചെയ്യണമെന്നാൽ നിങ്ങൾക്ക് വെള്ളി, ചൊവ്വ ഈ 2 ദിവസങ്ങളിലും ചെയ്യാം. അതല്ലാതെ പിന്നെ പഞ്ചമി, അമാവാസ്യ, പൗർണമി, അഷ്ടമി ഈ നാളുകളിലും ധാരാളമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നോർമൽ ഡേയ്സ് എടുത്താലാണ് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ചെയ്യാം. നാളെ വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇത് നാളെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രത്തെ നിങ്ങൾ ചൊല്ലിയിട്ട് എന്താ ചെയ്യണമെന്നാൽ, ചെമ്പരത്തിപ്പൂവിൽ നോക്കൂ, റെഡ് കളർ ചെമ്പരത്തിപ്പൂവ് 5 ഇതളുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, ഈ 5 ഇതളും തനിയായിട്ട് അടർത്തിയെടുത്ത് ആ ഇതളിൽ നമ്മുടെ ആവശ്യം എഴുതണം. ഇത് എവിടെ ഇരുന്ന് ചെയ്യണമെന്ന് കേട്ടാൽ നിങ്ങൾക്ക് പൂജാമുറിയിലിരുന്ന് ചെയ്യാം. പിന്നെ വീട്ടിൽ വടക്ക് ദിശയോ കിഴക്ക് ദിശയോ നോക്കി ഇരിക്കുന്നത് മാതിരി ഒരു കോർണറിലിരുന്നിട്ട് സൈലൻ്റായിട്ടിരിക്കുക. മനസ്സിൽ വേറെ ഒരു ചിന്തയും വേണ്ട. എന്താണോ വേണ്ടത് അത് പ്രാർത്ഥിച്ച് നേർന്ന് നിങ്ങൾക്കിത് ചെയ്യാം. ആദ്യം നിങ്ങൾ വരാഹിയമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മ എനിക്ക് കാര്യം നടത്തി തരണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊരു കോരിക്കയായിട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇരിക്കുന്ന ഇടത്തിലിരുന്ന് നിങ്ങൾക്കിത് ചെയ്യാം. ഇപ്പോൾ 5 ഇതൾ ഇരിക്കുന്നല്ലോ. ഇത് എന്താ ചെയ്യണമെന്നാൽ, ഫസ്റ്റ് ഒരു ഇതൾ പിരിച്ചെടുക്കുക, അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. നോക്കൂ, ഈ ഒരു ഇതൾ പിരിച്ചെടുത്തിട്ട് ഇതിൽ എഴുതണം. എഴുതാനായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സെക്കൻഡ് പൊരുൾ വേണം. അത് ഫസ്റ്റ് ചെമ്പരത്തിപ്പൂവും സെക്കൻഡ് പെന്നുമാണ്. അത് ഏത് കളർ പെന്ന് യൂസ് ചെയ്യണമെന്നാൽ ബ്ലൂ, ഗ്രീൻ, റെഡ് ഇത് 3 ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ
സാധാരണ നമ്മൾ എഴുതുന്ന ഡോട്ട് പെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് എഴുതിയാൽ പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ ലേസായിട്ടല്ലേ ഇരിക്കുന്നത്, അത് പൊട്ടിപ്പോകും. സോ നിങ്ങൾ സ്കെച്ച് അല്ലെങ്കിൽ മാർക്കർ പെന്ന് യൂസ് ചെയ്യുക. ഞാൻ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്നിട്ടും ഭയങ്കര കഷ്ടമായിരുന്നു എഴുതാനായിട്ട്. അതിനാൽ നിങ്ങൾ മാർക്കർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതളിൻ്റെ സെൻട്രലിലായിട്ട് നിങ്ങൾ പ്രശ്നം എഴുതുക. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും. ഞാൻ 3 lakhs കടം തീരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കല്യാണം നടക്കണം, അതുപോലെ തന്നെ ജോലി കിട്ടണം, കടം തീരണം, സ്വർണ്ണപ്പണയം തിരിച്ചെടുക്കണം. സിമ്പിളായിട്ട് ഇതുപോലെ എഴുതുക. ഇതളുകൾ ചെറുതാണ്, അതുകൊണ്ട് എത്ര പറ്റുന്നുവോ അതുപോലെ ചെയ്യുക. ആ അളവിന് എഴുതുക. ഫസ്റ്റിൽ മേലെ ഇരുന്ന് താഴോട്ട് അങ്ങനെ എഴുതി വയ്ക്കുക. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ എഴുതണം, ഏത് പെൻ കൊണ്ട് എഴുതണം എന്നുള്ളതൊക്കെ. ഞാൻ എഴുതുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സെൻട്രലിലായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, തെളിഞ്ഞിരിക്കുന്നല്ലോ. ഞാൻ എക്സാമ്പിളായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് ഒരു ഇതളിൽ എഴുതുന്നത്. ഇത് എഴുതുന്നതുപോലെ തന്നെ നമ്മളപ്പോൾ മന്ത്രവും കൂടെ ഇതിൻ്റെ കൂടെയും ചൊല്ലുക. മനസ്സിലായോ? നമ്മൾ നേരത്തെയും മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചുവെങ്കിലും നമ്മളിത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും പാടില്ല. നമ്മുടെ കാര്യം നടക്കണം. മന്ത്രവും കൂടെ ചൊല്ലി ചൊല്ലി എഴുതുക. ഓരോ ഇതളുകൾ എടുത്ത് എഴുതുമ്പോൾ എത്ര നാൾ നിങ്ങൾ ചെയ്യുന്നുവോ അത്ര മുറ നിങ്ങൾ മന്ത്രവും ചൊല്ലിക്കൊള്ളുക. ആവശ്യം അമ്മയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ മന്ത്രം ചൊല്ലി എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് ഇതളെടുത്തു, നിങ്ങൾ 5 daysനാണ് കോരിക്ക വച്ചിരിക്കുന്നതെങ്കിൽ 5 times മന്ത്രം ചൊല്ലി എഴുതുക. അതുപോലെ അടുത്ത ഇപ്പം 5 ഇതളിൽ സെക്കൻഡ് ഇതളെടുത്തു, വീണ്ടും 5 times മന്ത്രം ചൊല്ലി നിങ്ങൾ എഴുതുക. അങ്ങനെ ഈ 5 ഇതളും നിങ്ങൾ 5 ദിവസത്തെ കോരിക്കുകയാണെങ്കിൽ 5, ഇപ്പോൾ 11 ദിവസമാണെങ്കിൽ 11 ദിവസം മന്ത്രം ചൊല്ലി എഴുതുക. അങ്ങനെ 5 ഇതളിലും മന്ത്രം ചൊല്ലി റീസൺ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. നല്ല വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ വേറെ ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. എങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അത് കമൻറ്റിൽ ചോദിച്ചോളുക. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നിങ്ങൾ ഡെയിലി ചെയ്യണം. ഈ പറയുന്ന ടൈം വരെ നിങ്ങൾ ചെയ്യുക. ഇനി ഫ്രഷ് ചെമ്പരത്തിപ്പൂവ് തന്നെ എടുക്കുക ഡെയിലി. അതിൽ ഡൗട്ടൊന്നും വേണ്ട. പുതിയ ഒരു ചെമ്പരത്തിപ്പൂവ് അടർത്തിയെടുത്ത് അതിൽ ചെയ്യുക. ഇപ്പോൾ 5 ദിവസമാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ മന്ത്രം ഒരു 6 തവണ ചൊല്ലിയെന്ന് വെച്ച് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ ഒരു ഇതളിൽ ഞാനൊരു 6 തവണ ചൊല്ലി എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് മാക്സിമം കഴിയുന്നിടത്തോളം ചൊല്ലാവുന്നതാണ്. സോ ഇത് നിങ്ങൾ എന്താവശ്യപ്പെട്ട് ചെയ്യുന്നുവോ, എന്താണ് അമ്മയോട് കേട്ടിട്ട് നിങ്ങളിത് ചെയ്യുന്നത്, ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വന്നു കിട്ടും. എല്ലാം ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇനി ഈ എഴുതി വച്ച ഇതളുകൾ എന്ത് ചെയ്യണമെന്നാൽ ഒരു ഡെപ്പ എടുത്തിട്ട് അതിൽ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഏതോ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് ഇത് ചേർത്ത് വയ്ക്കുക. ഇപ്പം ഇന്ന് ഫസ്റ്റ് ഡേ, നാളെ സെക്കൻഡ് ഡേ, അങ്ങനെ 5 days, 7 days, 11 days ഇത് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറം ഇത് എടുത്തിട്ട് കാൽപ്പെടാത്ത ഇടത്തിലോട്ട് നിങ്ങൾ കളയുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമേ ഇല്ല. ഒത്തിരി സിമ്പിളായ ഒരു മെത്തേഡ്, ബട്ട് ഭയങ്കര പവർഫുള്ളും. എഴുതേണ്ട ടൈമിങ്സ് ഏതാണെന്ന് കേട്ടാൽ, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ, അത് ബ്രഹ്മമുഹൂർത്ത ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പവർഫുൾ ആയിരിക്കും. അതല്ല ആ ടൈമിൽ എഴുന്നേൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ 7 മണിക്ക് മുന്നേ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഫേസ് വാഷ് ചെയ്തിട്ട് എഴുതാം. അതല്ലാച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എഴുതാവുന്നതാണ്. സോ ഇതാണ് മെത്തേഡ്. തീർച്ചയായും ഈ മെത്തേഡിന് ചെമ്പരത്തി പൂവ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറൊരു പൂവും എടുക്കരുത്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കുറച്ച് ദിവസം മുന്നേ ചെമ്പരത്തി പൂവ് വെച്ചിട്ട് വഴിപാട് ചെയ്തിട്ട് 2-3 വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് വന്നിട്ട് ചെമ്പരത്തി പൂ തന്നെ വേണോ, വേറെ പൂവ് എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ചെമ്പരത്തി പൂവ് മാത്രമേ എടുക്കാവൂ. കളർ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളുക. റെഡും വൈറ്റും കിട്ടിയില്ല വെച്ചാലും മാത്രം വേറെ കളർ യൂസ് ചെയ്തോളുക. ഇപ്പോൾ റെഡ് വാങ്ങാൻ കിട്ടിയില്ലെങ്കിലും യെല്ലോയും പിങ്കും ഒക്കെ നമുക്ക് കടയിലിരുന്ന് വാങ്ങാനും കിട്ടുന്നതാണ്. ഓക്കെ, 5 ഇതളുള്ളത് നോക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ആവശ്യം. ഇത് ചെയ്ത് നോക്കിക്കോളുക. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ മിറാക്കിൾ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊന്ന്, എല്ലാത്തിനേക്കാളും ഉപരി ഇങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ
വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസത്തോടു കൂടി മനസ്സതിൽ അർപ്പിച്ച് ചെയ്യുക. വെളിനാടുകളിൽ ഈ മെത്തേഡ് ഒത്തിരി വിശ്വാസത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. ഇത് ചെയ്ത് പല വിഷയങ്ങൾ അവർക്ക് നടന്നു, പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് ഒത്തിരി പേരെന്നെ അറിയിച്ചിരുന്നു. അവരൊക്കെ ഇതൊരു മുറയായിട്ട് ചെയ്തു പോരുന്നുണ്ട്. സോ നിങ്ങളും വിശ്വാസത്തോടു കൂടി ചെയ്യുക. തീർച്ചയായും നല്ല ഒരു കാര്യം നിങ്ങൾക്കും നടക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.